പ്രവർത്തകൻ ബഷീർ കഴിഞ്ഞ ദിവസവും നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികൾ 2 വർഷം മുൻപ് സർക്കാരിന് സമർപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഞാൻ ബഷീറിലേക്ക് പോയിട്ടേ ഇല്ല. ബഷീറിലേക്ക് ഒന്ന് പോയ ശേഷം വരാം. ബഷീർ, പരാതി നേരത്തെ തന്നെ കൊടുത്തതാണ്, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു സ്ത്രീ ഈ സുജിത് ദാസ് അടക്കം 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ താങ്കൾ അടക്കം അറിഞ്ഞിട്ടുണ്ടോ? താങ്കൾ വിവരാവകാശ പ്രവർത്തനങ്ങളിലേക്ക് പല കാര്യങ്ങളും അവിടെ പരിശോധിച്ചതാണല്ലോ. ഇന്ന് രാവിലെ സത്യത്തിൽ നെട്ടിപ്പോയി. സുജിത് ദാസിൻ്റെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടു. സൈക്കോളജിക്കലി ആ സ്ത്രീ പറഞ്ഞതും ഒരു സാക്ഷിയായ യുവതി നൽകിയ മൊഴിയും ഏതാണ്ട് താരതമ്യം ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ വാതിലുകൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ചാനൽ തുറന്നിട്ടത്. അത് ശരിക്കും ശരിയായി നടന്ന സംഭവം എന്ന് തന്നെ ആണ് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സുജിത് ദാസിനെ മുൻ പോലീസ് ഓഫീസർ അഥവാ മുൻ SP എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം ഒരു പോലീസിൽ നുഴഞ്ഞു കയറിയ ഒരു ഭീകരൻ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ റൂട്ടുകളും എനിക്ക് ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് അദ്ദേഹം മലപ്പുറത്ത് SP ആയി വന്ന അന്ന് മുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മലപ്പുറം ജില്ല എല്ലാ വിഭാഗം ജനങ്ങളും സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ വിതറുന്ന, നല്ല പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുള്ള, എല്ലാത്തിനും മുൻപന്തിയിൽ പോകുന്ന മലപ്പുറം ജില്ലയെ ഒരു ഗുണ്ടാ ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള, ഗുണ്ടാ ജില്ലയായി അവരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സുജിത് ദാസ് നടത്തി എന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു. ഓരോ 10 മിനിറ്റിലും 5 വീതം FIR ഇട്ട് കൊണ്ട്, അത് ചെറിയ ചെറിയ പെറ്റി കേസുകൾക്ക് പോലും FIR ഇട്ട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ദിവസങ്ങളോളം പ്രതികളാക്കി പല നിരപരാധികളെയും ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി അവിടെ ഒരു എന്താ പറയുക, ഭ്രാന്തിളകിയ നായയെപ്പോലെ, മതമിളകിയ ആനയെപ്പോലെ ഒരു ഓട്ടമായിരുന്നു സുജിത് ദാസിൻ്റേത്. ഞങ്ങൾക്ക് നേരിട്ട മറ്റൊരു അനുഭവം, കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ ഈ സുജിത് ദാസ് എന്ന ഭീകര പോലീസുകാരൻ വളരെ ശക്തമായ ഗൂഢാലോചനകൾ ക്രോഡീകരിച്ചു. അത് കയ്യോടെ പിടിച്ച ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഈ വിഷയങ്ങൾ കരിപ്പൂർ എയർപോർട്ട് റൂട്ടിൽ സ്വർണം പൊട്ടിക്കലും സെറ്റിങ്സും വേറെ അതിൻ്റെ കുറേ ഡാറ്റാസ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുപരി രാമനാട്ടുകരയിൽ വെച്ച ബൊലാറോ ആക്സിഡൻറ്റിൽ 5 പേർ മരണപ്പെട്ടതോടനുബന്ധിച്ച് കരിപ്പൂർ വിമാനത്താവള റോഡിലെ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റു വ്യാപാര സമുച്ചയങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ ഇദ്ദേഹം ഉത്തരവിട്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു. പ്രിയങ്കരനായ വള്ളിക്കുന്ന് MLA ഹമീദ് മാസ്റ്ററും ഞങ്ങളൊക്കെ അതിനുവേണ്ടി ഒരുപാട് യോഗങ്ങൾ ചേർന്നു, ആലോചിച്ചു. ഹമീദ് മാഷ്, അതുപോലെ കുണ്ടോട്ടി MLA TV ഇബ്രാഹിം എല്ലാം നിരവധി തവണ SP-യുടെ അടുത്ത് പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവർക്കെല്ലാം നിയമസഭയിൽ ഈ കാര്യം ഒരു വരി നോട്ടീസായി നൽകി അവിടെ പറയുകയാണെങ്കിൽ സുജിത് ദാസ് അന്നേ കുടുങ്ങായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ ജനപ്രതിനിധികളൊന്നും നിയമസഭക്കകത്ത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായി തന്നെയാണ് ഞാൻ. ശരി, അതാണ് ഇപ്പോൾ അൻവർ ചെയ്തിരിക്കുന്നത്. അത് എവിടെ വരെ എത്തും നമുക്ക് നോക്കാം. ശ്രീ KM ബഷീർ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.